2023 റിലീസായ ട്രിക്ക് ഇൻ ലവ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് കാണാനായി നിങ്ങളുടെ സപ്പോർട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ലൈക്ക് ചെയ്തും പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ ഒരു നൈറ്റ് ക്ലബിൽ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അവൻ അവിടുത്തെ ഒരു റെഗുലർ കസ്റ്റമർ ആണ്. വന്ന് 2 ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് റിലാക്സ്ഡ് ആയി കുറച്ചു നേരം അവന്റെ തിരക്കായ ബിസിനസ്സുകളിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ അവനെ സഹായിക്കുന്നു. അങ്ങനെ അന്നും അവൻ പതിവ് പോലെ അവിടെ വന്നതാണ്. അവൻ പതിവായി ഇവിടെ വരുന്നത് നോട്ടീസ് ചെയ്തിട്ടുള്ള ക്വിങ് എന്ന പെൺകുട്ടി അവന്റെ ശ്രദ്ധ ആകർഷിക്കാനായി തന്നെ അവിടെ മനഃപൂർവ്വം ഒരു സീൻ സൃഷ്ടിക്കുന്നു. അവളായി തന്നെ ഒരാളെ കൊണ്ടുവന്ന് അവളെ ഉപദ്രവിക്കുന്ന കണക്ക് അല്ലെങ്കിൽ ശല്യപ്പെടുത്തുന്ന കണക്ക് ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാണ്. അതും എയുടെ മുന്നിൽ വെച്ച് അവന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ തന്നെ പ്രതീക്ഷ പോലെ തന്നെ അവൻ അതിൽ ഇടപെടുകയും അവളെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവളാകെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരുവത്തില് അവളെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോഴാണ് അവളുടെ കയ്യിൽ ഒരു റൂം കാർഡ് അവൻ കാണുന്നത്. ഉടനെ അവളെ ആ റൂമിലേക്ക് അവൻ കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും നല്ല മയക്കത്തിലായിട്ടുണ്ടായിരുന്നു. അവൾ പതിയെ അവനെ അടുത്തേക്ക് ചേർത്ത് നിർത്തി അവനുമായി ക്ലോസ് ആവാനായി നോക്കുന്നു. പല ഡ്രാമാസിലും കാണാറുള്ളത് പോലെ തന്നെ അവൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ടുവന്നാക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ മൈൻഡ് ആക്കാതെ മാറിപ്പോവുകയാണ് ചെയ്തത്. അന്ന് അവളെ അങ്ങനെ അവിടെ ആക്കി പോകാൻ സാധിക്കാത്തത് കൊണ്ട് അവളെ ബെഡിൽ കിടത്തി അവൻ അന്ന് ബാത്ത് ടബില് കിടന്നു ഉറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അവൾ നടന്നതൊന്നും തനിക്ക് ഓർമ്മയില്ലാന്ന രീതിയിൽ അവിടെ നിന്ന് ധൃതി പിടിച്ച് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ പോകുന്ന സമയത്തും അവൻ തന്നെ തേടി വരണം എന്ന കാര്യം കൊണ്ട് അവൾ അവളുടെ ID കാർഡ് അവിടെ ഉപേക്ഷിച്ചാണ് പോകുന്നത്. അവൾ പോയി കഴിഞ്ഞ് അതവൻ കറക്റ്റായി കാണുകയും ചെയ്യുന്നു. അവളെ പറ്റി ഒരു കൗതുകം തോന്നുന്ന ജൂ ആരാണ് ക്വിങ് എന്ന് അന്വേഷിക്കാനായി അവന്റെ PA ഏർപ്പാടാക്കുന്നു. യഥാർത്ഥത്തിൽ ക്വിങ് നല്ലൊരു സമ്പന്നമായ കുടുംബത്തിലെ ഒരു പെൺകുട്ടി തന്നെയാണ്. പക്ഷെ അവളുടെ ലൈഫ് ഒരു ട്രാജഡി ആണെന്ന് പറയാം. അവളുടെ അമ്മയുടെ മരണശേഷം അച്ഛൻ കല്യാണം കഴിക്കുകയും അവൾക്ക് അങ്ങനെ ഒരു സ്റ്റെപ്പ് സിസ്റ്ററും ഉണ്ട്. അവളുടെ പേര് ലിയാൻ എന്നാണ്. ഈ സ്റ്റെപ്പ് സിസ്റ്ററും സ്റ്റെപ്പ് മദറും കൂടി ക്വിങ്ങിനെ ഇട്ട് പെടാ പാടുപെടുത്തു. കൂടാതെ ക്വിങ്ങിനെ അവൾക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത ചെൻ എന്ന ഒരാളുമായി വിവാഹം കഴിപ്പിക്കാനായിട്ട് അവളുടെ അച്ഛൻ വലിയ താല്പര്യവും പ്രകടിപ്പിക്കുന്നുണ്ട്. അച്ഛൻ ആ കല്യാണത്തിലൂടെ വരുന്ന ബിസിനസ് നേട്ടങ്ങൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. മകളുടെ ഇഷ്ടമൊന്നും തന്നെ അദ്ദേഹം ചിന്തിക്കുന്നില്ല. എന്തായാലും അവൾ വിചാരിച്ച പോലെ തന്നെ ക്വിങ്ങിനെ പറ്റി ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ട് തന്നെ അവന്റെ PAയോട് അവളെ പറ്റി അന്വേഷിക്കാനായി ആ ID കാർഡ് കൊടുത്ത് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അവളുടെ വീട്ടിലെ സിറ്റുവേഷനും അവൾ നല്ല കഷ്ടപ്പെട്ടാണ് അവിടെ കഴിഞ്ഞുകൂടുന്നത് എന്ന കാര്യവും അവന് മനസ്സിലാവുന്നു. സത്യം പറഞ്ഞാൽ അവൻ അവളോടൊരു ഇൻട്രസ്റ്റ് തോന്നാൻ ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, അവളുടെ ID കാർഡ് കണ്ടപ്പോൾ തന്നെ ഇവൾ ആരാണെന്നത് അവന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ഇവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. കുഞ്ഞായിരുന്ന ഒരാൾ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയ ആ ഒരു സ്ഥലത്ത് നിന്ന് യാദൃശികമായി അവനെ കാണുകയും രക്ഷപ്പെടുത്തുകയും ചെയ്ത പെൺകുട്ടിയായിരുന്നു ക്വിങ്. അന്ന് അവൾ ചെയ്ത സഹായം ഒന്നുകൊണ്ടാണ് താൻ ഇപ്പോ ഈ ഒരു പൊസിഷനിൽ ഇങ്ങനെ ജീവനോടെ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന അവൻ ഇപ്പൊ തനിക്ക് അന്നത്തെ ആ ഒരു കടം തിരിച്ചു വീട്ടാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് അവളുടെ ഈ പ്രശ്നങ്ങളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവളെ സഹായിക്കുമെന്ന് അവൻ മനസ്സിൽ തീരുമാനിക്കുന്നു. ഇതേ സമയം ഇവൻ ഞാൻ സഹായിച്ച ആ പയ്യനാണെന്ന തിരിച്ചറിവൊന്നും കൊണ്ടല്ല അവനെ അട്രാക്ട് ചെയ്യാനും അവന്റെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനും ഒക്കെ ക്വിങ് ശ്രമിച്ചത്. അവൾ അവളുടെ വീട്ടിലെ പ്രശ്നങ്ങളും താല്പര്യമില്ലാതെ വെറും ബിസിനസ് നേട്ടം മാത്രം ചിന്തിച്ച് അച്ഛൻ നടത്തുന്ന കല്യാണത്തിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിട്ടാണ്. ഇവൻ അവളെ കല്യാണം കഴിക്കാൻ അച്ഛൻ കണ്ടുപിടിച്ചിരിക്കുന്ന ആൾക്ക് പോലും അവളോട് ആത്മാർത്ഥമായ ഒരു ഇഷ്ടമൊന്നും ഇല്ല എന്നതും അവൾക്ക് നന്നായി അറിയാം. അങ്ങനെ എന്തെങ്കിലും വീട്ടിലെ പ്രശ്നം വളരെ ഗുരുതരമാകുമ്പോൾ വീട് വിട്ട് ഇറങ്ങാനായി തന്നെ ക്വിങ് തീരുമാനിക്കുന്നു. അവളങ്ങനെ അവളുടെ സാധനങ്ങളും പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം അവളെ കാണാനായി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ ID കാർഡ് തന്റെ പക്കലുണ്ടെന്നും അത് തിരിച്ചു തരാനാണ് വന്നതെന്നും അവൻ പറയുമ്പോൾ അവൾ മനഃപൂർവ്വം ID കാർഡ് വെച്ചിട്ട് വന്നതാണെങ്കിലും അത് ഭാവിക്കുന്നേയില്ല. അവൾ ID കാർഡ് തിരിച്ചു തരാനായി ആവശ്യപ്പെടുന്ന സമയത്ത് അത് എന്റെ താമസ സ്ഥലത്തിരിക്കുക, വന്നാല് അത് എടുത്തു തരാന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ച് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ അവൻ പോകുന്നത് അവന്റെ യഥാർത്ഥ താമസ സ്ഥലത്തേക്കല്ല, മറിച്ച് അവന്റെ ഒരു ഗസ്റ്റ് ഹൗസ് കണക്കുള്ള ഒരു ചെറിയ കോട്ടേജിലേക്കാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ ആദ്യം 1-2 പറഞ്ഞ് ആ ഒരു ID കാർഡ് കൊടുക്കാതെ ഇവളെ പിടിച്ചു നിർത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ID കാർഡ് വേണമെന്ന് ഒറ്റക്കാലിൽ നിൽക്കുമ്പോൾ അത് കൊടുക്കേണ്ടി വരുന്നു. അത് വാങ്ങി അവൾ പോകാനായി നിൽക്കുന്ന സമയത്താണ് അവൻ അവളോട് നീ എന്തായാലും ഇപ്പോ വളരെ കഷ്ടപ്പാടിലാണെന്ന് എനിക്കറിയാം, ഞാനും വലിയ സംഭവമൊന്നുമല്ല, ഞാനൊരു പാവം ഇലക്ട്രീഷ്യൻ, പക്ഷെ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരാളെ സഹായിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, വേണമെങ്കിൽ ദ്രോഹിക്കുന്ന ആ കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാനൊരു അവസരം ഉണ്ടാക്കാന്ന് അവൻ പറയുമ്പോൾ ഇവൻ തന്നെ പറ്റി ഇത്രയേറെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്നത് അവളെ അമ്പരപ്പിക്കുന്നു. കൂടാതെ ഇവൻ ക്ലെയിം ചെയ്യുന്നത് പോലെ പുള്ളിക്കാരൻ ഒരു ഇലക്ട്രീഷ്യൻ അല്ല, മറിച്ച് അവൻ കമ്പനി CEO ആണെന്ന കാര്യം തനിക്ക് അറിയാമെന്നത് അവൾ അവന്റെ മുന്നിൽ ഭാവിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവളെല്ലാം പ്ലാൻ ചെയ്തതാണെന്ന് അവന് മനസ്സിലാകുമല്ലോ. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുകാരോട് തനിക്ക് പ്രതികാരം വീട്ടണമെങ്കിൽ തനിക്കൊരു സപ്പോർട്ട് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്ന അവൾ തൽക്കാലം അവിടെ നിൽക്കാനായി തീരുമാനിക്കുന്നു. എന്തായാലും ഇവന്റെ അടുത്ത് വന്ന് പറ്റിക്കൂടുക എന്നത് തന്നെയായിരുന്നല്ലോ അവളുടെ ലക്ഷ്യവും. ഇവൻ താനൊരു CEO ആണ് എന്നത് അവൾ അറിയരുതെന്ന രീതിയിൽ ഭാവിക്കുന്നുണ്ടെങ്കിലും അവിടെ കറണ്ടിന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരു ഇലക്ട്രീഷ്യൻ ആണെന്ന് പറഞ്ഞ് അവന് അതൊന്നും ചെയ്യാൻ അറിയാത്തത് അവൾ പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നു. അവൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അവൾ അതിനെപ്പറ്റിയൊക്കെ അവനോട് സംസാരിക്കുമ്പോൾ അവന് പെട്ടെന്ന് സത്യങ്ങൾ തുറന്നു പറയാൻ തോന്നുന്നുണ്ടെങ്കിലും അവൾ തന്നെ രക്ഷിച്ച ആ ഒരു കാര്യം പറയാൻ വരുമ്പോഴേക്കും അവനെ അന്ന് തട്ടിക്കൊണ്ടുപോയ കാര്യം അവന്റെ ഓർമ്മയിലേക്ക് വരുമ്പോൾ അവൻ പെട്ടെന്ന് പാനിക് ആവുന്നുണ്ട്. അങ്ങനെ
അവനൊന്നും തന്നെ പറയാനും കഴിയുന്നില്ല. എന്തായാലും അങ്ങനെ അടുത്ത ദിവസം രാവിലെ രണ്ടുപേരും ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിരിക്കുന്നു. ആ സമയത്ത് അവളുടെ ഡ്രീം ജോബ് എന്താണ്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി അവൻ സംസാരിക്കുമ്പോൾ തനിക്ക് ജി ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിൽ ജോലിക്ക് കയറണമെന്നും അവിടുത്തെ പുതിയ സിഇഒയെ പറ്റി താൻ ഒരുപാട് നല്ല കാര്യങ്ങളാണ് കേട്ടിട്ടുള്ളത്, തനിക്ക് അതുകൊണ്ട് തന്നെ അവിടെ കയറണമെന്നത് വലിയ ആഗ്രഹമാണെന്ന് നോക്കുക അവൾ ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു കമ്പനി തന്റെ കമ്പനിയാണെന്നും താനാണ് അവിടുത്തെ സിഇഒ എന്നതും അവൻ അപ്പോഴും മിണ്ടുന്നില്ല. അവളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് തന്നെ കല്യാണം കഴിപ്പിക്കാനായി അച്ഛൻ കണ്ടുവച്ചിരിക്കുന്ന ചെൻ എന്ന ആളും തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ ലിയാനും തമ്മിൽ അടുപ്പത്തിലാണ് എന്നത് മുൻകൂട്ടി തന്നെ അറിയാവുന്ന ക്വിങ് താൻ വീട് വിട്ടിറങ്ങിയത് അവർക്ക് ഒരു ഏളുതരം ആകണ്ട എന്ന് കരുതി അവർക്കിട്ടൊരു പണി കൊടുക്കാനായി രണ്ടുപേരെയും തന്ത്രപരമായി ഒരേ സ്ഥലത്ത് എത്തിക്കുകയും അവിടെ അവർ ഒന്നിച്ചുള്ള സമയത്ത് അവൾ അവിടേക്ക് യാദൃശികമായി ചെല്ലുന്നത് കണക്ക് ചെന്ന് അവരുടെ ഈ റിലേഷന്റെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നു. അവൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ക്യാപ്ചർ ചെയ്യുന്നത് അവർ കാണുകയും തുടർന്ന് ലിയാനും ക്വിങ്ങിനും ഇടയിൽ വഴക്കാവുകയും അടിയിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തെല്ലാം അപ്പോഴേക്കും അവൾ ക്യാപ്ചർ ചെയ്ത വീഡിയോ വൈറലാക്കുന്നുണ്ട്. അന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ക്വിങ്ങിനെ കാണുന്ന ഏക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അവൻ അവളുടെ ഫിയാൻസി ആയിട്ടുള്ള ചെന്നിനെ അവന്റെ ബിസിനസ് പരമായ കാര്യങ്ങൾ വെച്ച് അറിയാവുന്നത് കൊണ്ട് ആ രീതിയിൽ അവനോട് സംസാരിച്ച് അവൻ നല്ല അത്യാഗ്രഹിയാണ്, കാശിന് വേണ്ടി എന്തും ചെയ്യും എന്നുറപ്പുള്ളത് കൊണ്ട് കമ്പനിയുടെ ഷെയർസ് ഓഫർ ചെയ്ത് അവനെ ക്വിങ്ങിനെ ഒരു രീതിയിലും ശല്യം ചെയ്യാത്ത പോലെ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അതിനോടകം തന്നെ ചെന്നിന്റെ ഇമേജ് ഇടിയുന്ന രീതിയിൽ ആ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം വീഡിയോസ് ഇങ്ങനെ പോകുമ്പോൾ, അതും വിവാഹം ഉറപ്പിച്ച പെണ്ണിന്റെ സഹോദരിയുമായി റിലേഷൻ എന്ന രീതിയിൽ ഒരു വീഡിയോ വൈറലാകുമ്പോൾ അത് പുള്ളിക്ക് നേരെ ചോദ്യചിഹ്നമായി നിൽക്കും. അതുകൊണ്ട് തന്നെ ഒരു കമ്പനി ബോർഡ് മീറ്റിംഗ് ഉടനെ അവർ നടത്തുന്നുണ്ട്. കാരണം ഷെയർസ് ഒക്കെ ഇടിയാനായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ മീറ്റിംഗിൽ തനിക്ക് നേരെ വന്നിരിക്കുന്ന വീഡിയോ വെറും എഡിറ്റഡ് ആണെന്നും അതിൽ യാതൊരുവിധ സത്യവുമില്ലെന്നും നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന എന്റെ ഫിയാൻസി ആയി ക്വിങ്ങിനെ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താം, അങ്ങനെ അവൾ വഴി സത്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകുമല്ലോ എന്നെല്ലാം അവൻ ഒരു നമ്പർ ഇറക്കുന്നു. എന്തായാലും ഇനിയിപ്പോ അവളെ കൊണ്ടുവന്ന് അവന്റെ പക്ഷം പറയിപ്പിക്കാതെ അവന് വേറെ രക്ഷയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് ക്വിങ്ങിന്റെ അച്ഛൻ അവളെ വന്നു കണ്ട് നീ ചെന്നിനെ സപ്പോർട്ട് ചെയ്ത് അവന് വേണ്ടി സംസാരിക്കണമെന്ന് പറയുന്ന സമയത്ത് അവൾ ആദ്യം അതിനെ സമ്മതിക്കുന്നില്ല. നീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ചെൻ എന്റെ ബിസിനസ്സിനൊന്നും ഫണ്ട് തരില്ല, എനിക്ക് പിന്നെ ചാവുകയല്ലാതെ വേറെ വഴിയില്ല എന്നെല്ലാം അവളുടെ അച്ഛൻ നാടകം കളിക്കുമ്പോൾ അവൾക്ക് അതിൽ തോറ്റു കൊടുക്കേണ്ടി വരുന്നു. അങ്ങനെ അവൾ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിന്റെ സ്നേഹനിധിയായ ഫിയാൻസിയായി റെഡിയായി അവന്റെ കൂടെ ചെല്ലുന്നു. ആ പാർട്ടിയിൽ എയും പങ്കെടുക്കുന്നുണ്ട്. എ അവിടെ തന്നെ ക്വിങ് കാണാതിരിക്കാനായി മുഖമൊക്കെ മറച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും അവൾ അവിടെ ചെങ്ങിനെതിരെ വന്ന് വെറും തെറ്റായ ആരോപണവും എഡിറ്റഡ് വീഡിയോ ആണെന്നും ചെങ്ങ് തന്റെ വളരെ സ്നേഹനിധിയായ ഫിയാൻസി ആണെന്നുമെല്ലാം എല്ലാവരുടെ മുന്നിൽ കള്ളക്കഥ പറയുന്നു. അവൾ ആദ്യം ഈ ഒരു ടോണിലാണ് സംസാരിക്കുന്നതെങ്കിലും പതിയെ പതിയെ അവളുടെ ഭാവം മാറുന്നു. അവൾ അവിടെ എ ഉള്ള കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം ചെന്നിനെ പറ്റി നല്ലതൊക്കെ പറഞ്ഞു വരുന്ന അവൾ ഇതൊക്കെ തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണെന്നും ചെൻ ആ വീഡിയോയിൽ കണ്ട് ആള് തന്നെയാണ് യഥാർത്ഥത്തിലെന്നും വെളിപ്പെടുത്തി താൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ചെന്നിന്റെ സ്വഭാവമൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് താൻ അവനിൽ നിന്ന് രക്ഷപ്പെടാനായി തന്റെ രക്ഷകനെ കണ്ടെത്തിയതെന്നുമെല്ലാം പറഞ്ഞ് അവൾ അവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എ അവളുടെ അടുത്തേക്ക് എത്തുകയും അവളെ എല്ലാവരുടെ മുന്നിൽ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അതോടുകൂടി തന്റെ തെറ്റൊക്കെ മൂടി വെക്കാനായി നാടകം കളിക്കാനായി അവിടെ എത്തിയ ചെന്നിനും ചെന്നിന്റെ കൂടെ അഫെയർ ഉണ്ടെന്ന വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായ ലിയാനും അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലിയാന്റെ പേരൻസിനും അത് വലിയൊരു ഇരുട്ടടിയായിട്ടുണ്ടായിരുന്നു. ക്വിങ് പറഞ്ഞ ആരോപണങ്ങൾക്ക് പുറമെ ചെൻ ചെയ്ത കൊള്ളരുതായ്മകൾക്കുള്ള തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് അവന് മറ്റ് പലരുമായുള്ള റിലേഷന്റെ തെളിവുകളും കമ്പനി ഫണ്ട് അവൻ അതിനായി ഉപയോഗിച്ച കാര്യങ്ങളുമൊക്കെ അവിടെ എല്ലാവരുടെ മുന്നിൽ വെളിപ്പെടുത്തുമ്പോൾ ഈ സത്യങ്ങളെല്ലാം കൂടി കേട്ട് ചെന്നിന്റെ തന്നെ ബോധം പോകുന്നു. അങ്ങനെ ഇവർ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ക്വിങ്ങിനെ പ്രപ്പോസ് ചെയ്യുന്നു. അവൾ ആ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ കല്യാണം കഴിക്കുന്നു. അവൾ യഥാർത്ഥത്തിൽ ആ ഒരു നൈറ്റ് ക്ലബിൽ വെച്ച് അവന്റെ മുന്നിൽ വന്ന് പെടുന്ന രീതിയിൽ കാര്യങ്ങൾ വരുത്താൻ കാരണം തന്നെ അവന്റെ കമ്പനിയിൽ കയറി പറ്റുക എന്നതാണ് അവളുടെ ലക്ഷ്യം. അവൾക്ക് ആ കമ്പനിയുമായി ഇൻവോൾവ് ആയ ഒരു കാർ ആക്സിഡന്റിനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയണം. ആ ഒരു കാർ ആക്സിഡന്റിലാണ് അവളുടെ അമ്മ മരിച്ചത്. അപ്പോൾ അമ്മയുടെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ കണ്ടെത്താനായിട്ടാണ് അവൾ തുടക്കം മുതലേ ഇവനെ ടാർഗറ്റ് ചെയ്തത്. അങ്ങനെ ഇവൻ വഴി ആ കമ്പനിയിലേക്ക് വന്നു പെടുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെ പിന്നീട് ആ വീട്ടിലെ സ്റ്റേ ചെയ്യുന്ന സമയത്താണ് അവൾ ആ വീടിന്റെ ബ്ലൂ പ്രിന്റ് കാണുന്നത്. അത് കാണുന്ന അവൾ ആകെ ഷോക്കാവുന്നു. കാരണം കുട്ടിക്കാലത്ത് എയെ തട്ടിക്കൊണ്ടുപോയ സമയത്ത് രക്ഷിച്ച ക്വിങ് പിന്നീട് അവനുമായി ആ ഒരു കിഡ്നാപ്പറിനെ പേടിച്ച ഒരു സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു കുറെ നേരം. അവിടെ രണ്ടുപേരും നേരം പോകാനായിട്ട് ഒരു മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ തനിക്ക് ഫ്യൂച്ചറിൽ വലിയൊരു വീട് വെക്കണമെന്നും ആ വീടിന്റെ മോഡൽ ഇങ്ങനെ ആവണമെന്നും പറഞ്ഞ് അവൾ അന്നേ ഒരു പിക്ചർ അവനെ വരച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ കണക്കൊരു ഹൗസാണ് അവൻ ഈ ബിൽഡ് ചെയ്തിരിക്കുന്നതെന്ന് ഇപ്പോ ഈ ബ്ലൂ പ്രിന്റ് വഴി മനസ്സിലാക്കുന്ന അവൾക്ക് അപ്പോൾ അന്നത്തെ ആ പയ്യൻ ഇവനാണെന്നത് മനസ്സിലാവുന്നു. അന്ന് ആ പയ്യനെ രക്ഷിച്ച് അവൾ കുറച്ചു നേരം ഒളിച്ചിരുന്ന് കഴിഞ്ഞ് കിഡ്നാപ്പറിന്റെ ശ്രദ്ധ മാറിയെന്ന് കരുതി ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന സമയത്ത് കിഡ്നാപ്പർ പിറകെ വരികയും അപ്പോഴേക്കും സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് എത്താഞ്ഞ ക്വിങ്ങിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് എത്തുന്ന അവളുടെ അമ്മ അവളുടെ കൺമുന്നിൽ വെച്ച് കാർ അപകടത്തിൽ മരിക്കുകയുമായിരുന്നു. ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ അവൾ വളരെ ഇമോഷണലായി ആലോചിക്കുന്നു. എന്തായാലും അവൾ അങ്ങനെ ചെന്നിന്റെയും എയുടെയും ഒക്കെ തന്നെ അണ്ടറിൽ വരുന്ന ആ ഒരു കമ്പനിയിലേക്ക് ഒരു പൊസിഷനിൽ ജോലിക്ക് ചെല്ലുന്നു. അവൾ കമ്പനി സിഇഒ ആയിട്ടുള്ള എയുടെ റെക്കമെൻഡേഷനോട് കൂടി ഈസിയായി അവിടെ ജോലിക്ക് കയറുന്നുണ്ട്.
പറയുന്നുണ്ടെങ്കിലും അവിടെ വെച്ചെല്ലാം അവളോട് നീ ഇപ്പോ ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ എന്നെയും എയും പോലെ തന്നെ കമ്പനിയുടെ അധികാരമുള്ള ജിയാൻ എന്ന പെൺകുട്ടിയെ പറ്റി നിനക്കറിയായിരിക്കുമല്ലോ. നീ അറിഞ്ഞിട്ട് തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. അവളും എയും തമ്മില് ഡേറ്റിംഗ്, അതൊക്കെ നിനക്ക് അറിയാമോന്നെല്ലാം ഗോ ചുമ്മാ എരിപിരി കയറ്റാൻ നോക്കുന്നുണ്ട്. എന്തായാലും അതൊന്നും തനിക്ക് അറിയേണ്ട കാര്യമില്ല, തനിക്ക് ആ ഒരു അപകടത്തെ പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അവൾ അതിന്റെ കാര്യങ്ങളിൽ രഹസ്യമായി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നതിലൊക്കെ ബിസിയാണ്. പക്ഷേ ഇവിടെ ക്വിങ്ങിന്റെ കാര്യങ്ങളിൽ ഡൗട്ട് തോന്നുന്ന മുന്നേ ചെൻ പരാമർശിച്ച ജിയാൻ അവളുടെ സിസ്റ്റം അവളില്ലാത്ത സമയത്ത് പരിശോധിക്കുമ്പോഴാണ് ഏതാണ്ട് 10-15 വർഷങ്ങൾ തൊട്ടുള്ള പല ഡീറ്റെയിൽസും അവളിപ്പോ ശേഖരിച്ചു വെച്ചിരിക്കുന്നു എന്നത് മനസ്സിലാവുന്നത്. അവളുടെ ജോബ് റോൾ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിലെ ഡീറ്റെയിൽസ് മാത്രം, അതായത് കഴിഞ്ഞ ഒരു 3 മാസത്തെ ഡീറ്റെയിൽസ് അവൾക്ക് നോക്കിയാൽ മതിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളിലെ ഡീറ്റെയിൽസ് എന്തോ ദുരുദ്ദേശം കൊണ്ട് തന്നെ അവൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് ജിയാൻ സംശയിക്കുന്നു. ഒരു പക്ഷെ അവൾ ഒരു ചാരയായിരിക്കുമോ, തങ്ങളുടെ കോമ്പറ്റീറ്റർ സ്ഥാപനം അവളെ ഡീറ്റെയിൽസ് ചോർത്താനായി ഇവിടെ വിട്ടിരിക്കുന്നതായിരിക്കുമോ എന്നൊക്കെയാണ് ജിയാന്റെ മനസ്സിൽ വരുന്നത്. അങ്ങനെ പിന്നീട് വീട്ടിൽ വന്നു കഴിഞ്ഞും ഇതിനെപ്പറ്റി പരിശോധിക്കുന്നവൾക്ക് ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുന്നേ എയുടെ അച്ഛന്റെ അക്കൗണ്ടിൽ നിന്ന് തന്റെ അച്ഛന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് കാശ് സെൻഡ് ആയത് അവൾക്ക് മനസ്സിലാവുന്നു. അത്രയും നാളുകൾക്ക് മുന്നേ എന്തായിരുന്നു ഇവർക്കിടയിലെ കാശ് ഇടപാട് എന്നതിനെ പറ്റി ആലോചിച്ചിട്ട് അവൾക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അന്ന് ക്വിങ്ങിന്റെ അമ്മയെ ഇടിച്ച കാർ ഓടിച്ചിരുന്നത് അവളുടെ ഇപ്പോഴത്തെ ഈ സ്റ്റെപ്പ് മദർ ആണ്. അവർ ചെന്നിന്റെ ആന്റിയാണ്. കൂടാതെ എയുടെയും ജിയാന്റെയും ഒക്കെ തന്നെ റിലേറ്റീവ് ആയും വരും. മനഃപൂർവ്വം തന്നെ അവർ ക്വിങ്ങിന്റെ അമ്മയെ കാർ ഇടിച്ച് കൊല്ലുകയായിരുന്നു. കോമ്പൻസേഷൻ എയുടെ അച്ഛൻ വഴി കൊടുക്കുകയും പിന്നീട് ബിസിനസ് ആവശ്യങ്ങൾക്കായി തന്നെ ക്വിങ്ങിന്റെ അച്ഛനെ കല്യാണം കഴിക്കുകയും ചെയ്തതാണ്. ഇതേ സമയം അവൾ ഈ കമ്പനിയിൽ വന്ന ശേഷം കമ്പനിയിൽ ആകെ പ്രശ്നങ്ങളാണ്. ഇവർ പുതുതായി നിർമ്മിക്കാൻ പോകുന്ന പല ഡിസൈനുകളും ചോർന്നു പോകുന്നു എന്ന കാര്യമൊക്കെ കയറി ടെൻഷൻ ആവുന്ന ജിയാൻ ഓൾറെഡി അവളെ ഡൗട്ട് അടിക്കുന്നത് കൊണ്ട് അവളെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുമ്പോഴാണ് എയും ക്വിന്നും ആദ്യമായി കണ്ടുമുട്ടിയ ആ നൈറ്റ് ക്ലബിൽ വെച്ച് ക്വിൻ ആ കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തെടുത്തതാണ്, അവൾ ഒരാളെ കാശ് കൊടുത്ത് അവളെ സഹായിക്കാനായി ഏർപ്പാടാക്കിയിരുന്നതാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ജിയാൻ കണ്ടെടുക്കുന്നത്. അവൾ അതിന്റെ CCTV ഫുട്ടേജും കാര്യങ്ങളും ഒക്കെ എയ്ക്ക് കൈമാറുമ്പോൾ എയ്ക്ക് അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇവൾ പ്ലാൻ ചെയ്ത് തന്റെ മുന്നിൽ വന്നുപെട്ട് കാര്യങ്ങൾ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചതാണ്. അവൾക്ക് അതിന് പിന്നിൽ അവളുടെ അമ്മയുടെ കാർ ആക്സിഡന്റിന്റെ സത്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന ഒരു ദുരുദ്ദേശമൊക്കെ ഉണ്ടായിരുന്നതായി അവൻ അറിയില്ലല്ലോ. എന്തായാലും അവൻ അതൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും അവൾക്കെതിരെ തെളിവുകൾ അടങ്ങുന്ന ആ പെൻഡ്രൈവ് അപ്പോൾ തന്നെ നശിപ്പിച്ചു കളയുന്നു. അങ്ങനെ അവൻ ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാനായി അവളുടെ അടുത്തേക്ക് എത്തുന്നു. അവനെല്ലാം അറിഞ്ഞിട്ട് തന്നോട് വന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവനെ താൻ ചതിച്ചു എന്ന തോന്നൽ അവന് ഉള്ളിലുണ്ടാവാം, അവൻ തന്നെ വെറുക്കുന്നുണ്ടാവാം എന്ന ധാരണ മനസ്സിലുള്ള ക്വിങ് അവനോട് കൂടുതലൊന്നും സംസാരിക്കാതെ അവൻ ഇവരുടെ റിലേഷന്റെ ഭാഗമായി അണിയിച്ചു കൊടുത്ത റിംഗ് ഒക്കെ അവിടെ ഊരി വെച്ച് ബ്രേക്കപ്പും പ്രഖ്യാപിച്ച് അവിടെ നിന്ന് പോവാണ്. എന്തായാലും അവൾ അങ്ങനെ പിണങ്ങി പോകുന്നുണ്ടെങ്കിലും പിന്നീട് വീണ്ടും അവൾ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റും മറ്റും എടുക്കാനായി അവൾ ശ്രമിക്കുന്നത് കാണുന്ന അവളെ നീ എന്തേ കാട്ടുന്നെന്ന് ചോദിച്ച് തടയാനായി നോക്കുമ്പോൾ എന്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങളുടെ കുടുംബത്തിന് അന്നേ പങ്കുണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് എനിക്ക് ഇനിയും ഈ ഒരു റിലേഷൻ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്ന അവൾ ഇവന്റെ കമ്പനിയിൽ ഇപ്പോൾ ഡിസൈൻ ചോർന്ന് അത് അവളുടെ അച്ഛൻ നടത്തുന്ന കമ്പനിയിലെ പുതിയ പ്രോഡക്റ്റുമായി സിമിലാരിറ്റിയിൽ വന്നതുകൊണ്ട് തന്നെ അവർക്കെതിരെ കൊടുത്ത കേസിനെതിരെ താൻ തന്റെ അച്ഛന്റെ കൂടെ നിന്ന് ഫൈറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ തീർച്ചയായും നിന്റെ അച്ഛൻ ചെയ്ത തെറ്റാണത്. അവർ ഞങ്ങളുടെ ഡിസൈനിങ് മോഷ്ടിച്ചു, അതിൽ നീ ഞങ്ങളുടെ കമ്പനിയോടുള്ള കലിപ്പിന് അവരുടെ പക്ഷത്ത് നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കുന്നില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ മനസ്സ് മാറില്ലെന്ന് മനസ്സിലാക്കുന്ന അവൻ ജിയാനെ കൊണ്ട് നിർബന്ധപൂർവ്വം കൊടുത്ത കേസ് പിൻവലിപ്പിക്കുന്നു. അങ്ങനെ ക്വിങ്ങിന് വേണ്ടി കേസ് പോലും പിൻവലിക്കാനായി ഈ ഒരു സാഹചര്യത്തിൽ തയ്യാറായത് തന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ഇതേ സമയം ക്വിങ്ങിനോട് പ്രതികാരം വീട്ടാനായി ശ്രമിച്ച അവളുടെ സ്റ്റെപ്പ് മദർക്കും ചെന്നിനും ഒക്കെ ഈ കേസ് പിൻവലിച്ചത് വലിയ കലിപ്പായി മാറിയിട്ടുണ്ടായിരുന്നു. അവർ അതുകൊണ്ട് തന്നെ CEO സ്ഥാനത്ത് നിന്ന് എയെ മാറ്റാനായി അവനാണ് കമ്പനിയുടെ ഡിസൈൻ ഒക്കെ ചോർത്തി കൊടുത്തതിന് പിന്നിലെന്ന് വരുത്തി തീർക്കാനായി തന്റെ ഷെയർസ് തനിക്ക് വിൽക്കാൻ താല്പര്യമുണ്ടെന്നും അത് വാങ്ങിയാൽ മെജോറിറ്റി ഷെയർ ഹോൾഡറായി മാറാനായി എയ്ക്ക് കഴിയുമെന്നും പറഞ്ഞ് അവനുമായി ഒരു കോൺട്രാക്ട് വെക്കുന്നു. അവൻ ആ കോൺട്രാക്ട് പ്രകാരം സൈൻ ചെയ്ത് കൊടുത്ത് ഷെയർസ് വാങ്ങിയതായി ഡോക്യുമെന്റ്സിൽ വരുന്നുണ്ടെങ്കിലും പിന്നീട് നടന്ന ഷെയർ ഹോൾഡർ മീറ്റിംഗിന്റെ ഇടയിൽ അന്ന് അവൻ ഷെയർസ് വാങ്ങാനായി സൈൻ ചെയ്ത ആ ഒരു ഡോക്യുമെന്റ് അവൻ അവരുടെ കോമ്പറ്റീറ്റർ കമ്പനിയുമായി നടത്തിയ സ്പൈ വർക്കിന്റെ തെളിവുകളാണെന്ന് പറഞ്ഞ് അത് പ്രസന്റ് ചെയ്യുന്ന ഈ സ്റ്റെപ്പ് മദറും ചെന്നും ആകെ ചമ്മിപ്പോവാണ്. കാരണം അത് അവന്റെ യഥാർത്ഥ ഒപ്പോ സീലോ ആയിരുന്നില്ല. അവന്റെ ഒപ്പം അവൻ ശകലം മാറ്റിയാണ് അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. കാരണം ഇവർ ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഷെയർസ് വിൽക്കാന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പന്തികേട് അവന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇടയ്ക്ക് എയുടെ ഓഫീസിലേക്ക് എത്തിയ ക്വിങ്ങിന്റെ കൈ തട്ടി അവന്റെ ഒഫീഷ്യൽ സീല് താഴെ വീഴുകയും അതിൽ ചെറിയൊരു ബെൻഡ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ അതിനുശേഷം ആ സീല് വേറൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റിലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ലൈറ്റ് ആയിട്ട് ഒരു വേരിയേഷൻ വന്നിരിക്കുന്ന ആ സീലും കൊണ്ടാണ് ഈ ഒരു ഡോക്യുമെന്റ് അവൻ സീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ സീലും വാലിഡ് അല്ല, സൈനും വാലിഡ് അല്ല. തുടർന്ന് പ്ലാനിങ് പൊളിയുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ കൺഫ്യൂഷൻ ആവുന്നു. അങ്ങനെ ഈ സ്റ്റെപ്പ് മദറും ചെന്നും തമ്മിൽ തർക്കിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അപ്പോൾ ഈ ഡിസൈൻ ചോർത്തിയതും അതുവഴി എയെ കൊടുക്കാൻ നോക്കിയതും എല്ലാം സ്റ്റെപ്പ് മദറും ചെന്നും ഒക്കെ ചേർന്നാണ് എന്നതും മനസ്സിലാവുന്നു. അങ്ങനെ കമ്പനിക്കകത്ത് നിന്ന് തന്നെ വ്യക്തിവൈരാഗ്യം തീർക്കാൻ
കൊടുക്കാനേയും നോക്കിയ ഇവരെ പുറത്താക്കാനും അതോടുകൂടി സാധിക്കുന്നു. അങ്ങനെ തന്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരിയായ ആ സ്ത്രീക്ക് സ്വസ്ഥമായ ജീവിതം ഇനി ഒരിക്കലും കിട്ടില്ല. അവരാകെ നാണവും മാനവും കെട്ട് ഇനി ഒരു കള്ളിയായും വഞ്ചകയായുമേ മുന്നോട്ട് ജീവിക്കൂ. അതേ കണക്ക് തന്നെ തന്റെ ഫിയാൻസിയും നാണവും മാനവും കെട്ട് നിൽക്കുകയാണ് എന്ന് ഉറപ്പുവരുത്തി അവളുടെ പ്രതികാരം ക്വിങ് അങ്ങ് അവസാനിപ്പിക്കുന്നു. തുടർന്ന് ക്വിങ്ങും ഈയും വളരെ ഹാപ്പിയായി ഒന്നിച്ചുള്ളത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.